റെസിഡൻസ് അസോസിയേഷന്റെയും ക്ലബ്ബ് താമരക്കുളം വെസ്റ്റിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാകുന്നു. പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ഇവർ നടപ്പിലാക്കിയിട്ടുള്ളത്. കൂടുതലും ആതുരസേവന രംഗത്താണ്. അതിന്റെ ഭാഗമായിട്ടാണ് റോട്ടറി ക്ലബ്ബും താമരക്കുളം റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന സ്നേഹസാന്ത്വനം എന്ന പേരിൽ സൗജന്യ കൃത്രിമക്കാൽ വിതരണ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 6-ാം തീയതി ആരംഭിച്ച ക്യാമ്പ് 10 ദിവസം തുടരും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 115 പേരാണ് ഈ ക്യാമ്പിൽ കൃത്രിമക്കാലിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്. 115 പേർക്കുള്ള കൃത്രിമക്കാലിന്റെ നിർമ്മാണം ഗണപതി നഗർ റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ നടന്നുവരുന്നു. വിപണിയിൽ 8500 രൂപ വിലയുള്ള കൃത്രിമക്കാലുകളാണ് സൗജന്യ നിരക്കിൽ വിതരണം നടത്തുന്നത്. ജയ്പൂർ ലിം ക്യാമ്പ് പ്രോജക്ടിന്റെ നേതൃത്വത്തിൽ 36 വർഷമായി ഈ രംഗത്ത് പ്രശസ്തരായ ചെന്നൈയിലെ മുക്തി MS ദാദാ ഫൗണ്ടേഷനിലെ അതിവിദഗ്ധരായ സാങ്കേതിക പ്രവർത്തകരാണ് ക്യാമ്പിൽ കൃത്രിമക്കാലിന്റെ നിർമ്മാണം നടത്തുന്നതെന്നും സംഘാടകനായ YS ജയപ്രകാശ് പറഞ്ഞു. ഇതിപ്പോ കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയ ഒരു ക്യാമ്പാണ്. കഴിഞ്ഞ വർഷത്തെ നടത്തിയ ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഇത്തവണ ഈ ക്യാമ്പിന് വേണ്ടി മുതിർന്നത്. ഏതാണ്ട് 115 പേർക്ക് 130 രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നെങ്കിൽ 115 പേർക്ക് ഞങ്ങൾക്ക് ഇത്തവണ കൊടുക്കാൻ സാധിച്ചു. ഇടുക്കിയിൽ നിന്നാണ് ഒരു ആദിവാസി ഇവിടെ വന്നിരുന്നു. അല്ലാതെ ഇപ്പോൾ 10-18 വയസ്സ് 20 വയസ്സുള്ള ഒരു കുട്ടി, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, പിന്നെ പാല, കാഞ്ഞിരപ്പള്ളി, വളരെ ദൂരത്തു നിന്നുള്ള ആൾക്കാർ. കൊല്ലക്കാർക്ക് വളരെ കുറവാണ് ഇത്തവണ രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നത്. ഇത് മദ്രാസിലുള്ള മുക്തി എന്ന് പറഞ്ഞ സംഘടന, ഒരു വളരെ പേരുകേട്ട സംഘടനയാണ്. ഒരു വളരെ 33-ാമത്തെ വർഷമാണ് അവരിപ്പോൾ ഈ ക്യാമ്പ് ഇങ്ങനെ നടത്തി പരിചയസമ്പന്നം. ജയ്പൂർ ലിംബാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് കൊല്ലത്തിന് 15-ാം തീയതി ഇത് വിതരണം ചെയ്യുന്നതാണ്. രാവിലെ 10 മണിക്കാണ് വിതരണം ചെയ്യുന്നത്. ഇത് ഒരു ലിംബ് നമ്മൾ നോർമലി ഇത് വാങ്ങുവാണെങ്കിൽ 6500 രൂപ ബിലോനിക്കും. അത് എബോണിയായിട്ട് ചെയ്യുവാണെങ്കിൽ 8500 രൂപയാണ് കോസ്റ്റ് വരുന്നത്. നമുക്ക് സബ്സിഡൈസ് റേറ്റിൽ ഈ മുക്തി ചെയ്തു തരുന്നത് 2000 രൂപയ്ക്ക് ഉള്ളിലേ വരത്തുള്ളൂ നമുക്കൊരു കാലിന് ചെലവ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അവർക്കുള്ള താമസം, ഫുഡ്, ഈ 10 days അക്കോമഡേഷൻ എല്ലാം നമ്മുടെ ക്ലബും ഗണപതി നഗറും കൂടെ ചേർന്നാണ് ചെയ്തു കൊടുക്കുന്നത്. ഫെബ്രുവരി മാസം 15-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ PK ഗുരുദാസൻ MLA യും മേയർ പ്രസന്ന ഏണസ്റ്റും കൃത്രിമക്കാലുകൾ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.